ഓക്കെ, സോ ഇന്ന് ചാപ്റ്റർ നിങ്ങൾക്ക് പാർട്ട് 2ലുള്ള ചാപ്റ്റർ 4ൻ്റെ 5ൻ്റെ സമ്മറിയാണ്. അപ്പോൾ നമ്മളിതിന് മുമ്പേ ഫ്രാക്റ്റൽസ് ചെയ്തായിരുന്നു. ഫ്രാക്റ്റൽസിന് ശേഷം വന്നിട്ടുള്ള പാർട്ട് 1 സപ്ലൈ ആൻഡ് ഡിമാൻഡ്, പാർട്ട് 1ഉം പാർട്ട് 2ൻ്റെയും സമ്മറി നമ്മൾ ചെയ്തായിരുന്നു. അതിനുശേഷം ഇപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫ്ലുവൻസസ്, അതുപോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി, 2 ചാപ്റ്റേഴ്സുമാണ് ഇന്ന് റിവൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതിൽ സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫ്ലുവൻസസ് എന്ന് പറയുന്നത് നമ്മളെ മാർക്കറ്റ് സ്ട്രക്ചർ, അതുപോലെ മൊമെൻറ്റം, അതുപോലെ ക്യാൻഡിൽ സ്റ്റിക്ക് പാറ്റേൺസ്, വോളിയം, അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് കോൺഫ്ലുവൻസസ് ഞാനൊന്ന് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അത് എങ്ങനെയെന്ന് ജസ്റ്റ് പറഞ്ഞുതരാം. വേറൊന്നുമില്ല, സപ്ലൈ ആൻഡ് ഡിമാൻഡ് എന്ന് പറയുന്നത് സിംപ്ലി ബൈയിങ് ആൻഡ് സെല്ലിങ്. ഈ സപ്ലൈ ആൻഡ് ഡിമാൻഡ് അല്ലെങ്കിൽ ഈ ബൈയിങ് ആൻഡ് സെല്ലിങ് ഈ സോൺസ്, ഇപ്പോൾ ബൈ സപ്ലൈ സോൺ, ഡിമാൻഡ് സോണിനെ നമ്മൾ പല കോൺഫ്ലുവൻസ് ഉപയോഗിച്ചിട്ട് നമ്മൾ കൺഫേം ചെയ്യുക ഒന്നും കൂടി. അങ്ങനെ കൺഫേം ചെയ്യാൻ പഠിച്ചതിന് ശേഷമാണ് നമ്മൾ ഈ പറഞ്ഞ സപ്ലൈ ആൻഡ് ഡിമാൻഡ് ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു സ്ട്രാറ്റജിയിൽ നിങ്ങൾക്ക് ഈ പറയുന്ന സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ കൺഫ്ലുവൻസ് ആഡ് ചെയ്തുകൊണ്ട് ട്രേഡ് എടുക്കാനായിട്ട് പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിപ്പോൾ ഞാനുള്ളത് BNXൻ്റെ ചാർട്ടിലാണ്. BNXൻ്റെ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ ബ്രോ? മനോജ് ബ്രോ മൈക്ക് ഒന്ന് മ്യൂട്ട് ചെയ്യുമോ? ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഒരു ഡിമാൻഡ് സോൺ ഞാനൊന്ന് ഡ്രോ ചെയ്തെടുത്തിട്ടുണ്ട്. നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ടാണ് ഞാൻ ഇത്ര വലിയ ഡിമാൻഡ് സോൺ എടുത്താൽ കിട്ടുകയായിരുന്നു. ഇല്ലെങ്കിൽ നമുക്ക് വേണമെങ്കിൽ റിഫൈൻ ചെയ്ത് ഇത് വേണമെങ്കിലും എടുക്കാം. മനസ്സിലായില്ല? അപ്പോൾ നമ്മൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് ആ ഒരു ഡിമാൻഡ് സോൺ ഫുള്ളി ഞാൻ എടുക്കുവാണ്. ആ ഒരു ഡിമാൻഡ് സോൺ ഞാനൊന്ന് എക്സ്റ്റെൻഡ് ചെയ്യുവാണ്. ആ ഒരു എക്സ്റ്റെൻഡ് ചെയ്തതിന് ശേഷം അതിനെ ഞാൻ DM15 എന്ന് കൊടുക്കുവാണ്. അൺഫോർച്യുനേറ്റ്ലി നിങ്ങൾക്ക് വോളിയം ട്രേഡിങ് ചെയ്ത് എത്താത്തത് കൊണ്ട് വോളിയം നമുക്ക് ഇപ്പോൾ തരാനായിട്ട് പറ്റത്തില്ല. ബട്ട് അത് കുഴപ്പമില്ല, ബാക്കിയുള്ള കൺഫ്ലുവൻസ്, മാർക്കറ്റ് സ്ട്രക്ചർ എക്സെട്ര നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു റെസിസ്റ്റൻസ് സോൺ ഇവിടെ കാണാനായിട്ട് പറ്റും. മൾട്ടിപ്പിൾ ടച്ചസ് ഇട്ടിട്ടുള്ളൊരു സോൺ. ഇതാ ഇപ്പോൾ വെറുതെ എടുത്ത് വരച്ച് നോക്കുകയാണെങ്കിൽ ഇത് കണ്ടോ, ഒരു റെസിസ്റ്റൻസ് സോൺ കാണാനായിട്ട് പറ്റും. ആ റെസിസ്റ്റൻസ് സോണിൻ്റെ അടിയിൽ കടന്ന് ഇങ്ങനെ മാർക്കറ്റ് കൺസോളിഡേറ്റ് ചെയ്തതായിട്ട് കാണാൻ പറ്റും. അപ്പോൾ ഇത് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒന്ന് കൺസോളിഡേറ്റ് ചെയ്തായിരുന്നു, അതിനുശേഷം ഒരു ഡൗൺ ട്രെൻഡ്, അത് കഴിഞ്ഞിട്ട് ഇവിടെ ഒരു കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് മുകളിലോട്ട് നല്ല സ്ട്രോങ് ആയിട്ട് വന്നായിരുന്നു, അതിനുശേഷം ഈ പറയുന്ന കൺസോളിഡേഷൻ നടക്കുന്നുണ്ട്. വോളിയം വെച്ചിട്ടായാലും അല്ലെങ്കിൽ ഞാൻ മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതെന്തായാലും നമുക്കല്ലാതെ ക്യാൻഡിൽസ്റ്റിക് വെച്ചിട്ടായാലും ഈ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് നല്ല രീതിക്ക് തന്നെ വലിഞ്ഞ് തിരിച്ച് കയറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ കറൻ്റ്ലി എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ BNX എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു കോയിൻ മേടിക്കാൻ പറ്റിയിട്ടുള്ളൊരു ടൈമാണെന്ന് ഞാൻ പറയും. ബിക്കോസ് നമുക്കൊരു ബ്രേക്ക് ഔട്ട് കിട്ടാനുള്ള ചാൻസ് ഉണ്ട് ഇവിടെ. കാരണം ഈ പറയുന്ന ബുള്ളിഷ് കൺസോളിഡേഷൻ ഉണ്ട്. അതുപോലെ വേറൊരു സെനാറിയോ പറയുകയാണെങ്കിൽ ഫ്രാക്റ്റൽസിൽ പഠിപ്പിച്ച് തന്ന DBDയും കൂടി നടക്കാനുള്ള ചാൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ 2-3 കൺഫർമേഷൻസ് ആയി. ഏതായാലും സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് അതർ കോൺഫ്ലുവൻസ്. അപ്പോൾ ഞാനിവിടെ ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ഒരു കോൺഫ്ലുവൻസ് എടുത്തായിരുന്നു. ഈ ഒരു സോൺ നമ്മൾ മിനിമലിസ്റ്റിക്കായിട്ട് ഡ്രോ ചെയ്തു. ഈ ഒരു സോണിൻ്റെ കോൺഫ്ലുവൻസ് ഞാൻ എടുക്കാൻ കാരണം ഇതിൽ ആഡഡ് ആയിട്ടുള്ളത് ക്യാൻഡിൽസ്റ്റിക് സൈക്കോളജി. ഇവിടെ നല്ല ഇതായിട്ടുള്ള ബുള്ളിഷ് ആയിട്ടുള്ള ക്യാൻഡിൽസ്റ്റിക്സ് വന്നിട്ടുണ്ട്. അതുപോലെ അല്ലാതെ നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് സ്ട്രക്ചറിൻ്റെ ഒരു വേരിയേഷൻ, അതുപോലെ ഫ്രാക്റ്റൽസിൻ്റെ DBD, അതുപോലെ ബ്രേക്ക് ഔട്ട് ആൻഡ് ബ്രേക്ക് ഡൗൺസിൻ്റെ ബ്രേക്ക് ഔട്ട്. അപ്പോൾ ഇങ്ങനത്തെ മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് ഉണ്ട്. എനിവേസ് ഈ ഒരു ഡിമാൻഡ് സോണിൽ വരുമ്പോഴേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ, ട്രേഡ് എൻട്രി ചെയ്യാനായിട്ട് പറ്റൂ. അത് എൻട്രി ചെയ്യുന്ന രീതി ഞാൻ പറഞ്ഞു. ഇവിടെ വന്ന് റിജക്ഷൻ എടുത്തിട്ട് സെക്കൻഡ് റിജക്ഷനിലായിരിക്കും നമ്മൾ ആ ചെറിയ സോൺ എൻട്രി വെച്ചിട്ട് സ്റ്റോപ്പ് ലോസ് ഇവിടെ വെക്കും. ടാർഗറ്റ് എവിടെയാണോ തൊട്ടപ്പുറത്ത് സപ്ലൈ ഉള്ളത് അവിടെ വെക്കും. ഈ ഒരു ഏരിയ, ഈ ഒരു സോണിലായിരിക്കും ടാർഗറ്റ് വയ്ക്കുന്നത്. ഇതിപ്പോൾ BNX ആയതുകൊണ്ട് തന്നെ എൻട്രീസ് കുറച്ച് കുറവാണ്. നമുക്ക് ഏതായാലും വേറെ കോയിൻസിലോട്ട് പോയി നോക്കാം. BTC/USDT പോയി നോക്കാം. BTC/USDT ഇപ്പോൾ കറൻ്റ്ലി ഒരു വെഡ്ജ് പാറ്റേൺ ഫോം ചെയ്തെന്ന് ഞാൻ പറഞ്ഞായിരുന്നു. അപ്പോൾ ആ വെഡ്ജ് പാറ്റേൺ ബ്രേക്ക് ഔട്ടിൽ നമുക്കൊരു എൻട്രി എടുക്കാമായിരുന്നു. അതെങ്ങനെയാണ് വരുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിപ്പോൾ ബ്രേക്ക് ഔട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ എവിടെയെങ്കിലും ഒരു ഡിമാൻഡ് സോൺ ഉണ്ടോ എന്ന് നമ്മൾ തപ്പി പിടിക്കും. ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിലൊക്കെ പോകുമ്പോൾ ഈ ഒരു വിക്ക് ബേസ്ഡ് ആയിട്ടുള്ള ഡിമാൻഡ് സോൺ കാണാനായിട്ട് പറ്റും, ഇൻസ്റ്റൻ്റ്ലി കാണാനായിട്ട് പറ്റും. ഈ ഒരു ഡിമാൻഡ് സോണിൽ ഡയറക്റ്റ്ലി ലിമിറ്റ് വയ്ക്കുന്നതാണ് പതിവ്. പക്ഷേ നിങ്ങൾക്ക് ഡയറക്റ്റ്ലി ലിമിറ്റ് വയ്ക്കണമെങ്കിൽ വേണ്ട, എന്ത് ചെയ്യുക, ഇവിടെ നിന്നുള്ള റിജക്ഷൻ നോക്കുക. അപ്പോൾ ഈ ഒരു ഡൗൺ ട്രെൻഡ്, അതായത് ഈ ഡിമാൻഡ് സോണിൽ വന്നതിന് ശേഷം ഈ പറയുന്ന ഒരു സോൺ ബ്രേക്ക് ഔട്ട് ചെയ്തത് കണ്ടു, നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ അല്ലേ അത്. മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കിയാൽ നമുക്ക് മൊമെൻറ്റം ഇൻഡിക്കേറ്റേഴ്സ് വെച്ച് നോക്കിയാൽ നമുക്ക് കാണാനായിട്ട് പറ്റും ഈവൻ ദോ നല്ലൊരു മൊമെൻറ്റം ഉള്ളൊരു സോൺ തന്നെയാണിത്. ഓക്കെ, അപ്പോൾ നമുക്ക് ആ ഒരു ഇതും വെച്ചിട്ട് തന്നെ ഇവിടുത്തെ ഡിമാൻഡ് സോൺ ഇനി എടുക്കാം. ഈ ഒരു ഡിമാൻഡ് സോൺ ഞാൻ ഇന്നലെ ട്രേഡിംഗ് സ്ട്രാറ്റജി പറഞ്ഞു തന്നായിരുന്നു. ഇവിടെ എടുത്തതിന് ശേഷം ഇവിടെ എൻട്രി വയ്ക്കാം. നിങ്ങൾ ബിഗിനേഴ്സ് ആയതുകൊണ്ട് തന്നെ സ്റ്റോപ്പ് ലോസ് കുറച്ച് താഴെ വെച്ചു എന്നും പറഞ്ഞ്, അല്ലെങ്കിൽ ഇങ്ങോട്ടോ എവിടെയെങ്കിലൊക്കെ വെച്ചു എന്നും പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. പക്ഷേ ഞാൻ ഇവിടെയാണ് പേഴ്സണലി വയ്ക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വേണമെങ്കിൽ ഈ ലോയിലൊക്കെ, ക്യാൻഡിൽസ്റ്റിക്കിൻ്റെ ലോയിലൊക്കെ വയ്ക്കാം. വെച്ചതിന് ശേഷം സ്ട്രെയിറ്റ് നിങ്ങൾക്ക്
എവിടെയാണ് ടാർഗറ്റ്. അപ്പോൾ ഇവിടെ ഞാൻ എൻട്രി എടുത്തു കഴിഞ്ഞാൽ എൻ്റെ ടാർഗറ്റ് എവിടെ ആയിരിക്കും, ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഏരിയയിലായിരിക്കും. അപ്പോൾ ആ ടാർഗറ്റ് എന്ന് പറയുന്നത് നിയർലി 11 ആറിൻ്റെ ട്രേഡാണ്. ഇനി ഞാൻ ഈ പറയുന്ന ഇത്രയും വലിയൊരു സ്റ്റോപ്പ് ലോസ് വെച്ചില്ല, മറിച്ച് ഈ ഒരു സോണിലോട്ട് ഷ്രിങ്ക് ചെയ്യുവാണ്. കറക്റ്റ് എൻട്രി വന്ന് ഹിറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിപ്പോൾ ഒരു 20 ആറിൻ്റെ ട്രേഡ് ആയതിനാൽ, ഇനി 20 ആറ് നിങ്ങൾക്ക് വേണ്ട 3 ആറ് മതി എന്നുണ്ടെങ്കിൽ ഇതാ നിങ്ങൾ അത്ര വെയിറ്റ് ചെയ്യണ്ട, ഇവിടെ എവിടെയെങ്കിലും ഒരു 3 ആർ സെറ്റ് ചെയ്യാം. 3 ആർ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻസ്റ്റൻ്റ്ലി നിങ്ങൾക്ക് വിത്തിൻ മിനിറ്റ്സ് നിങ്ങളുടെ ആ ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ കറൻ്റ്ലി നമുക്ക് അവിടെ നിന്ന് ട്രേഡ് എടുത്തിരുന്നെങ്കിൽ നിയർലി ഒരു ഹൈ കറക്റ്റ് എടുക്കുവാണെങ്കിൽ 8 ആറിൻ്റെ ട്രേഡ് കിട്ടിയിട്ടുണ്ട് ഓൾറെഡി, അങ്ങനെ നമുക്ക് പറയാൻ പറ്റും. ബട്ട് ഇപ്പോൾ ചെറിയൊരു റിട്രേസ്മെൻറ്റിലാണ്, ദെൻ നല്ലൊരു മൂവ്മെൻ്റ് ഉണ്ട്. ഇപ്പോൾ മാർക്കറ്റ് ഇനി മുകളിലോട്ട് പോകുമെന്ന് തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ എനിവേസ് അതൊരു സെറ്റപ്പ് ആയിരുന്നു ഞാൻ വെഡ്ജ് വെച്ചിട്ട് പറഞ്ഞു തന്നത്. സപ്ലൈ ആൻഡ് ഡിമാൻഡ് വിത്ത് വെഡ്ജ് ആയിരുന്നു അത്. അതുപോലെ സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ വേറെ കോൺഫിഡൻസ് എടുത്തു കഴിഞ്ഞാൽ ഇപ്പോൾ ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ ഉണ്ടോ, ഈ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ എന്ന് പറയുന്നത് നല്ല ബുള്ളിഷ് ചേഞ്ച് ഓഫ് ക്യാരക്ടറാണ്, മനസ്സിലായില്ലേ? നല്ല ബുള്ളിഷാണ്, ആ ഒരു വോളിയം കണ്ടാലേ നമുക്ക് മനസ്സിലാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, തൊട്ട് താഴെയുള്ള ഡിമാൻഡ് സോൺ അതുപോലെ അതിൻ്റെ താഴെയുള്ള ഡിമാൻഡ് സോണൊക്കെ നമ്മൾ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നുള്ള റിജക്ഷൻസ് ശ്രദ്ധിക്കണം. അതിനുശേഷം അവിടെ നിന്ന് നമുക്ക് എൻട്രി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇത് ഒരു സോണ്, പിന്നെ ഇതെടുക്കാം, ഇത് ഇവിടെ 3 ഏതെങ്കിലും സോൺ എടുക്കും. ഞാൻ ഈ ഒരു ഇങ്ങനത്തെ ഒരു കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സോൺ വരുമ്പോൾ നേരെ എന്ത് ചെയ്യും, വോളിയം പ്രൊഫൈൽ എടുക്കും. വോളിയം പ്രൊഫൈൽ എടുത്തതിന് ശേഷം ഒന്ന് പ്ലോട്ട് ചെയ്യും ആ ഒരു ഏരിയയിൽ. അവിടെ കിട്ടുന്ന ഹൈ വോളിയം നോഡ് ആ ഒരു ഏരിയയും അതുപോലെ ലോ വോളിയം നോഡെന്ന് വാല്യൂ ഏരിയ ലോയും VAL ഇത്ര എടുക്കുവാണ് ചെയ്യുന്നത്. വോളിയത്തിനെ കുറിച്ച് പഠിക്കുമ്പോൾ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. പക്ഷേ അതുവരെ ഇത് ഞാൻ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്തതേ ഉള്ളൂ. എന്നിട്ട് എന്ത് ചെയ്യും, ഇതിൻ്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരു ഡിമാൻഡ് സോൺ ഞാൻ മാർക്ക് ചെയ്യും. അപ്പോൾ ഇതും ഈ ഒരു ലോയും കൂടി എടുക്കും. ഇത്രയുള്ളൊരു സോണായിരിക്കും ഞാൻ കൺസിഡർ ചെയ്യുന്നത് ഡിമാൻഡായിട്ട്. ഇത് ഞാൻ എഥീരിയം യൂസ്ഡിറ്റിയുടെ അനാലിസിസ് രാവിലെ ഇട്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ഞാൻ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഐ തിങ്ക് ബിറ്റ് കോയിൻ്റെ ആണ് ഇട്ടത്. ഓക്കെ, ബിറ്റ് കോയിൻ്റെ തന്നെയാണ് ഞാൻ ഇട്ടത്. അപ്പോൾ കറക്റ്റ് ഇത് തന്നെയായിരുന്നു, ഈ 2 സോൺസ് ആയിരുന്നു ഞാൻ അതിലും എടുത്തിരുന്നത്. നോ വറീസ്. അപ്പോൾ സപ്ലൈ ആൻഡ് ഡിമാൻഡ് കോൺഫിഡൻസിനെ കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്തെങ്കിലും ഒരു ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതിനെ സപ്ലൈ ആൻഡ് ഡിമാൻഡായിട്ട് ലിങ്ക് ചെയ്യാൻ നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഇപ്പോൾ ഒന്നല്ലെങ്കിലും ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് എന്ത് ചെയ്യണം, ഹെഡ് ആൻഡ് ഷോൾഡേഴ്സിനെയും സപ്ലൈ ആൻഡ് ഡിമാൻഡ് വെച്ച് മെർജ് ചെയ്യണം. കാരണം ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ആയിട്ട് അതിനെ കാണല്ലേ. അപ്പോൾ ഞാൻ ETH/USDTയിൽ അന്നൊരു അനാലിസിസ് ഒരു പൊസിഷണൽ ട്രേഡിൻ്റെ അനാലിസിസ് ഇട്ടായിരുന്നു, നിയർലി ഒരു 20% മൂവ്മെൻറ്റിൻ്റെ. അപ്പോൾ അതിലും ഇതേ പണിയാണ് ചെയ്തത്. ഒരു ഹെഡ് ആൻഡ് ഷോൾഡേഴ്സ് ഫോമായി അതിന് ഈ പറയുന്ന സപ്ലൈ സോണിൽ മാർക്ക് ചെയ്തിട്ട് അവിടെ നിന്നാണ് എൻട്രി എടുക്കാൻ നോക്കിയത്. നല്ലൊരു എൻട്രി തന്നെയായിരുന്നു. നിയർലി 20% മൂവ്മെൻറ്റ് ക്യാച്ച് ചെയ്തു നമ്മൾ. ഓക്കെ, അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞാൽ ഇതേ സെയിം ടെക്നിക്ക് വെച്ചിട്ടാണ് നമ്മൾ ആദ്യം ചെയ്തേക്കുന്നത്, വേറെ വലിയ കാര്യമൊന്നുമില്ല. അപ്പോൾ നമുക്ക് മാർക്കറ്റ് സ്ട്രക്ചർ ഉണ്ട്, അതുപോലെ ക്യാൻഡൽസ്റ്റിക് ഉണ്ട്, വോളിയം ഉണ്ട്, മൊമെൻറ്റം ഉണ്ട്. ഇങ്ങനത്തെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള കോൺഫിഡൻസ് വെച്ചിട്ട് സപ്ലൈ ആൻഡ് ഡിമാൻഡ് നമുക്കൊന്നുകൂടി കൺഫേം ചെയ്യാനായിട്ട് പറ്റും. സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നത് വളരെ എളുപ്പമാണ്. ആ ഒരു ഹയസ്റ്റ് സോണോ അല്ലെങ്കിൽ ലോവസ്റ്റ് സോണിലുള്ള ആ ഒരു സോൺസ് വളരെ എളുപ്പമാണ്. ഒരു സ്ട്രോങ് ബെയറിഷ് മൂവ്മെൻറ്റ് വന്നു കഴിഞ്ഞാൽ അവിടെ സപ്ലൈ ഉണ്ട്, സ്ട്രോങ് ബുള്ളിഷ് മൂവ് പോയി കഴിഞ്ഞാൽ അവിടെ ഡിമാൻഡ് ഉണ്ട്. അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് അറിയാം സപ്ലൈ ആൻഡ് ഡിമാൻഡ് സോൺസ് വരയ്ക്കുന്നതൊക്കെ. ഇനി സപ്ലൈ ആൻഡ് ഡിമാൻഡിൻ്റെ ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജിയാണ്. അത് നമുക്ക് കുറച്ചും കൂടി വ്യക്തമായിട്ട് പഠിക്കാനുണ്ട്. കാരണം ഈവൻ ആ വീഡിയോ കണ്ടിട്ടുണ്ടെങ്കിലും 8:44 7:30 കുറച്ച് എഡിറ്റുണ്ട് ഇതിനകത്ത്. അപ്പോൾ എനിവേസ്, അപ്പോൾ ആ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ആ ഡേ ട്രേഡിംഗ് സ്ട്രാറ്റജി നമുക്കൊന്ന് മനസ്സിൽ ഉറപ്പിക്കേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോൾ ആ സ്ട്രാറ്റജി വേറെ ഒന്നുമില്ല. ഞാൻ ഇന്ന് രാവിലെ ഇതാണ് ചെയ്തത്. ആണെങ്കിൽ ഞാൻ വേറൊരു ലേ ഔട്ട് ഓപ്പൺ ചെയ്തിട്ട് നല്ല ചാർട്ട് പാറ്റേൺ, പക്ഷേ നല്ല ചാർട്ട് തീം. BTC/USD പേർപ്പിലോട്ട് പോകുന്നു. ചെറിയ ലാഗ് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം നമ്മൾ നേരെ 4 ഹവറിലോട്ട് പോകുന്നു. 4 ഹവർ എന്നാണ് നമ്മൾ ഇനിഷ്യൽ ആയിട്ടുള്ള ഡേ തുടങ്ങുന്നത്. എന്തൊക്കെ കാണാൻ പറ്റും 4 ഹവറിൽ? അപ്പോൾ നമ്മൾ മാർക്കറ്റ് സ്ട്രക്ചർ, മൊമെൻറ്റം, അതുപോലെ വോളിയം മാർക്കറ്റ് സ്ട്രക്ചർ, വോളിയം മുതൽ SD സോൺസ്, ഇത് മൂന്നും നമ്മൾ നോക്കാൻ പറഞ്ഞായിരുന്നു. ഒരു പിൻഡ് ടെക്സ്റ്റ് എടുക്കുന്നത് എങ്ങനെയാണ്, ആങ്കർ ടെക്സ്റ്റ് നമ്മളെടുത്തിട്ട് ഇപ്പോൾ SD പിന്നെ
മൊമെൻറ്റം, അതുപോലെ ലാസ്റ്റ് മാർക്കറ്റ് സ്ട്രക്ചറിനെ MS ആയിട്ട് ആഡ് ചെയ്യുവാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നോക്കാൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നായിരുന്നു. അപ്പോൾ അതിൽ നമുക്ക് ആദ്യം SD സോൺസ് മാർക്ക് ചെയ്യാം. എടുത്തുടനെ അറിയാൻ പറ്റുന്നൊരു SD സോൺ ഇതാണ്, ഒരു ഡിമാൻഡ് സോണ് H4ൽ. ആ ഒരു ഡിമാൻഡ് സോണിനെ H4 ഡിമാൻഡ് സോണായിട്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്യുവാണ്. ശേഷം നമുക്ക് 2 hourലേക്ക് വരും. കാരണം 4 hourൽ ഇനി വേറെ ഒന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് മാർക്കറ്റ് സ്ട്രക്ചറൊക്കെ മാപ്പ് ചെയ്തിടാം, പക്ഷേ ഫോർ മീ ഞാൻ അതൊന്നും ചെയ്യാറില്ല. ഐ മീൻ 4 hourൽ വെറുതെ മാർക്കറ്റ് സ്ട്രക്ചർ മാപ്പ് ചെയ്ത് സമയം കളയാറില്ല. ഇവിടെ നോക്കുവാണെങ്കിൽ നല്ലൊരു സപ്ലൈ സോണിൻ്റെ പ്ലേ ഔട്ട് കാണാനായിട്ട് വരുന്നു നിങ്ങൾക്ക്. ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് മുമ്പുള്ള അതൊക്കെ ഞാൻ പറഞ്ഞു തന്നതാണ് നിങ്ങൾക്ക് എങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടതെന്ന്. അതിനുശേഷം 2 hourലോട്ട് പോകുമ്പോൾ ഇവിടെ എടുത്തറിയാൻ പറ്റുന്നൊരു കാര്യം, ഈ പറയുന്ന പോലെ ഒരു കൈൻഡ് ഓഫ് എ ട്രെൻഡ് ലൈൻ ഇവിടെ ഫോം ചെയ്തിട്ടുണ്ട്. അതുപോലെ ഈ പറയുന്ന സ്ട്രോങ് ആയിട്ടുള്ള ബെയറിഷ് ക്യാൻഡിൽസ് ഫോം ആയിട്ടുണ്ട്, വീക്ക് ആയിട്ടുള്ള ബുള്ളിഷ് ക്യാൻഡിൽസ് ആയിരുന്നു. ദെൻ ലിക്വിഡിറ്റിയുടെ കാര്യം രാവിലെ ഞാനത്തെ ആ ഒരു പോസ്റ്റിനകത്ത് ഞാനെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ലിക്വിഡിറ്റി സ്വീപ്പ് ചെയ്യാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുക മാർക്കറ്റ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ലോങ് പോകാൻ നിങ്ങളുടെ അടുത്ത് പറഞ്ഞത്. അപ്പോൾ എനിവേസ് നമ്മൾ ഓൾ ദ വേ ഡൗൺ ടു 1 hour വരെ വന്നായിരുന്നു. 1 hourൽ ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇതൊന്നും ഞാൻ ഇനി മാർക്ക് ചെയ്യുന്നില്ല. ഇതൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ, ശേഷം ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ഉണ്ട്, നല്ലൊരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ ആയിരുന്നു. ഇത് ഇന്റർണൽ മാർക്കറ്റ് സ്ട്രക്ചർ ബ്രേക്ക്. ശേഷം ഇവിടെ കുറച്ച് ലിക്വിഡിറ്റി ഉണ്ട് സ്വീപ്പ് ചെയ്യാനായിട്ട്. അതിനുശേഷം ഞാൻ 15 മിനിറ്റിലോട്ട് പോവുകയാണ്. 15 മിനിറ്റ് ഡയറക്റ്റ്ലി അങ്ങ് പോവുകയാണ്. ഓക്കെ, 15 മിനിറ്റിലോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു വെഡ്ജ് പാറ്റേൺ ഉണ്ട്, ഈ പറയുന്ന വെഡ്ജ് പാറ്റേൺ ബ്രേക്ക് ഔട്ട്. അപ്പോൾ നമ്മൾ ഏതെങ്കിലും സോണിൽ ഐഡൻറ്റിഫൈ ചെയ്ത് കൺഫർമേഷൻ എടുത്തതിന് ശേഷം ട്രേഡ് എടുക്കുമ്പോൾ ഉള്ള കാര്യമാണ് ഇവിടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. കാരണം നമുക്കൊരു സോൺ കണ്ടുപിടിക്കാനോ അല്ലെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്യാനൊക്കെ നമുക്കിപ്പോൾ അറിയാം. പക്ഷേ ഒരു ട്രേഡ് എടുക്കുമ്പോൾ എവിടെ നിന്ന് കൺഫേം ചെയ്യണം എന്നുള്ളൊരു ഡൗട്ട് വരും. ലിമിറ്റ് ഓർഡേഴ്സ് ഇട്ട് നിങ്ങൾ ഇപ്പോഴേ പഠിക്കേണ്ട ആവശ്യമില്ല. അതൊക്കെ നമ്മൾ ബാക്ക് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നമുക്ക് വർക്കൗട്ട് ആകുമെന്ന് തോന്നുമ്പോഴാണ് ലിമിറ്റ് ഓർഡേഴ്സ് ഇടുന്നത്. റീപ്ലേ ബട്ടൻ്റെ ലഭ്യത കുറവ് കൊണ്ട് നമുക്ക് റീപ്ലേ എടുത്ത് കാണാൻ പറ്റത്തില്ല. ബിക്കോസ് ഞാൻ ട്രേഡിംഗ് വ്യൂ അക്കൗണ്ട് ഇപ്പോഴും ഞാൻ പറഞ്ഞില്ല, ഓർഡർ കൊടുത്തേക്കുവാണ്, ഇതുവരെ കിട്ടിയിട്ടില്ല എനിക്ക്. ഞാൻ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഇവിടെ എവിടെയെങ്കിലും ഒരു സോൺ കാണും, ഈ പറയുന്ന സോൺ നമുക്ക് ഒരു നല്ലൊരു ബെയറിഷ് മൂവ്മെൻറ്റിന് ശേഷം വന്നിട്ടുള്ളൊരു കൺസോൾട്ടേഷനാണ്. അപ്പോൾ അവിടെ നിന്ന് പ്രൈസ് എന്തായാലും റിജക്റ്റ് ചെയ്യുമെന്നൊക്കെ ഒരു പ്രതീക്ഷ ഉണ്ടെന്ന് വിചാരിച്ചു. ഞാൻ 1 മിനിറ്റിലോട്ട് പോകാം. ആ ഒരു ക്ലൈമാക്സിനെ നമുക്ക് 1 മിനിറ്റിൽ ബ്രേക്ക് ഡൗൺ ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ടോ, ആ ഒരു ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ ബുള്ളിഷ് ആവുകയാണ്. ഈ പറയുന്ന പോലെ ഡൗൺ ട്രെൻഡിന് ശേഷം മാർക്കറ്റ് സ്ട്രക്ചർ സ്ട്രോങ് ആയിട്ട് ബുള്ളിഷ് ആവുകയാണ്. ആയതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ ഉണ്ടായിരുന്നൊരു ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്ത് വയ്ക്കുന്നു. മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം ഈ പറയുന്ന ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്ത് വെച്ചതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ എങ്ങനെയുണ്ട് പ്രൈസ് നോക്കുവാണ്. അപ്പോൾ പ്രൈസ് അവിടെ നിന്ന് പിന്നെ തിരിച്ചു പോയിട്ട് ഈ പറയുന്ന പോലെ ഈ ഒരു സ്ഥലം ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബ്രേക്ക് ചെയ്യുമ്പോൾ ഞാൻ എന്ത് ചെയ്യും, ഇവിടെ എവിടെയെങ്കിലും ഒരു ഡിമാൻഡ് സോൺ ഞാൻ മാർക്ക് ചെയ്യും. അതുപോലെ അതിൻ്റെ മുകളിൽ ആ ഒരു ഡിമാൻഡ് സോൺ, ഈ ഒരു ഡിമാൻഡ് സോൺ, അതുപോലെ അതിൻ്റെ മുകളിൽ ഏതെങ്കിലും ഡിമാൻഡ് ഉണ്ടെങ്കിൽ അതും കൂടി മാർക്ക് ചെയ്യും. ഇപ്പോൾ ഇവിടെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഡിമാൻഡ് സോൺ, ആ ഒരു ഇതിന് ശേഷം ഈ പറയുന്ന ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിന് മുമ്പുള്ള ഈ ഡിമാൻഡ് സോൺ ആയിരുന്നു നല്ലൊരു ബെയറിഷ് ക്യാൻഡിൽ ബിഫോർ ദി സ്ട്രോങ് ബുള്ളിഷ് മൂവ്മെൻറ്റ്. ഇത് രണ്ടും മാർക്ക് ചെയ്തു. അപ്പോൾ ഇവിടെ നിന്നാണ് പ്രൈസ് റിജക്റ്റ് ആയത്. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യും. ഇവിടെ നിന്ന് നല്ലൊരു ഈ പറയുന്ന പോലെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. ഞാൻ എന്ത് ചെയ്യും, ഇൻസ്റ്റൻ്റ്ലി ഈ പറയുന്ന ഏരിയയിൽ ഇനിയായിരിക്കും ലിമിറ്റ് ഇടുന്നത്. ഈ പറയുന്ന സപ്ലൈ സോൺ എടുക്കും, ലിമിറ്റിടും, സ്റ്റോപ്പ് ലോസ് ആയിരിക്കും. അപ്പം നമുക്ക് മൾട്ടിപ്പിൾ കൺഫർമേഷൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇത് ഇത്രയും വരണമെന്നൊന്നുമില്ല. ഇപ്പം നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ നിന്ന് സ്ട്രെയിറ്റ് ആയിട്ട് ഇടായിരുന്നു. അത് വേണ്ടെങ്കിൽ ഇവിടെ ഇട്ടിട്ട് SL കുറച്ച് താഴെ വെക്കുമായിരുന്നു. SL ഇതിൻ്റെ താഴെ വെച്ചിട്ടുണ്ടെങ്കിൽ SL ഹിറ്റ് ചെയ്തുകൊണ്ട് പോയാൽ ഇതിൻ്റെ താഴെയൊക്കെ വെക്കുമായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഏത് രീതിയിൽ വേണമെങ്കിലും ചെയ്യാം. ഇതിപ്പോൾ കുറേ എക്സാമ്പിൾസ് കണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ഇത് വന്നതുകൊണ്ടാണ് സൈഡ് വേസ് ട്രെൻഡ്. ഇങ്ങനെ വരണമെന്നൊന്നുമില്ല എപ്പോഴും, മനസ്സിലായില്ലേ? അപ്പോൾ എനിവേസ് നമ്മൾ 1 second 14 സോറി ഫോർ ദാറ്റ്. അപ്പോൾ ആ ഒരു ഏരിയയിൽ നമുക്ക് ലിമിറ്റ് വെച്ചിട്ട് നേരെ എന്ത് ചെയ്യാം, ടാർഗറ്റ് ഈ ഒരു ഹൈസിൻ്റെ മുകളിൽ എവിടെയെങ്കിലൊക്കെ. ഇല്ല ബ്രോ, ക്ലാസ് കഴിഞ്ഞില്ല, ക്ലാസ് തുടങ്ങിയതേ ഉള്ളായിരുന്നു 8:30. ഇവിടെ എവിടെയെങ്കിലൊക്കെ നമുക്ക് ടാർഗറ്റ് വയ്ക്കാനായിട്ട് പറ്റുമായിരുന്നു. അതും 7 hour. ഇനി 7 hour ഒന്നും വേണ്ട, നിങ്ങൾ ബിഗിനേഴ്സ് അല്ലേ, ഈ പറയുന്ന പോലെ ഈ ലോയിലൊക്കെ SL കൊണ്ടുവയ്ക്കണം, മനസ്സിലായില്ലേ? എന്നിട്ട് ഒരു 3 hour ഡിഫോൾട്ട് 3 hour നിങ്ങൾ ടാർഗറ്റ് ചെയ്ത് കഴിഞ്ഞിരുന്നെങ്കിൽ ഈസി ആയിട്ട് നിങ്ങൾക്ക് 3 hour കിട്ടിയിരുന്നു. 3 hourന് ശേഷം മാർക്കറ്റ് താഴേക്ക് വന്നുണ്ട്. അപ്പോൾ അതൊക്കെ അച്ചീവബിളാണ്. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഓരോ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിലും വേണമെങ്കിൽ എൻട്രി എടുക്കാം, സ്റ്റാക്ക് ചെയ്യാം. സ്റ്റാക്കിംഗ് ഒക്കെ നിങ്ങൾക്ക് ഇതുവരെ വന്നിട്ടില്ല, ഇനി വരത്തേ ഉള്ളൂ. ഓക്കെ, അതുപോലെ ഒരുപാട് മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡിമാൻഡ് സോൺസ് ഇവിടെ പ്ലേ ഔട്ട് ആവുന്ന കാണാനായിട്ട് പറ്റുന്നുണ്ട്. ഇത് കണ്ടോ, ഈ ഒരു മാർക്കറ്റ് സ്ട്രക്ചർ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള എക്സാമ്പിൾ ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ ഒരു സോണിൽ നിന്ന്
ഈ ഒരു ഏരിയ തൊട്ട് തുടങ്ങുക. ദിസ് ഇതൊക്കെ ഒരു ലെജൻഡറി ഡേ ആണ്, ഇങ്ങനത്തെ ഒരു ട്രേഡൊക്കെ കിട്ടി കഴിയുമ്പോഴേ. അത് കഴിഞ്ഞതായി ഇപ്പോൾ ഈ ഒരു സോൺ ഇവിടെയാണ് ഇപ്പോൾ ലൈവായിട്ട് മാർക്കറ്റ് നിൽക്കുന്നത്. ഇപ്പോൾ ടച്ച് ചെയ്ത് അവിടെ നിന്ന് കണ്ടോ ചെറിയ റിജക്ഷൻ വന്നതുകൊണ്ട് ഇതിപ്പോൾ ലൈവായിട്ട് നമുക്ക് നോക്കാം. ഇവിടെ നിന്ന് ഇനി എങ്ങോട്ട് പോകുമോ നോക്കാം. ലിക്വിഡിറ്റി ഉണ്ട് സ്വീപ്പ് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഇനി നമുക്ക് ഇവിടെ നിന്നൊരു റിജക്ഷൻ വന്നിട്ടുണ്ട്, നമുക്ക് നോക്കാം. അപ്പോൾ എന്തായാലും ഇത് കണ്ടോ, ഇങ്ങനത്തെ ഒരു ദിവസമൊക്കെ ആക്ച്വലി ഈ ഒരു ഓർഡർ ബ്ലോക്കാരൻ എടുത്തിരുന്നെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയാനെ. എനിവേസ് ഇങ്ങനത്തെ ഒരു ഡേ ഒക്കെ ആണെങ്കിൽ നമുക്ക് ഇവിടെ നിന്ന് ട്രേഡ് എടുക്കാം. ഇവിടെ ഇങ്ങനെ സ്റ്റാക്ക് ചെയ്ത് ലാസ്റ്റ് ഇങ്ങനെ ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് വരും. അത് SMCയിലെ ഒരു എൻട്രി മോഡലാണ്, നിങ്ങൾക്ക് അതൊക്കെ പഠിക്കാനുണ്ട്. ഇങ്ങനെ നമ്മളിവിടെ നിന്നെല്ലാം ട്രേഡ് എടുക്കും. അതിനുശേഷം ഒരു 4-5 ടച്ച് കഴിഞ്ഞിട്ട് മേ ബി 3 ടച്ച് കഴിഞ്ഞിട്ട് ആയിക്കോട്ടെ, എങ്ങനെയും ഒരു എക്സ്പ്ലോസീവ് മൂവ്മെൻറ്റ് വരും. അതിനുശേഷം നമുക്ക് ടാർഗറ്റ് ഹിറ്റ് ആവുകയും ചെയ്യും. അത്രയും ട്രേഡ്സിൻ്റെ. അപ്പോൾ അതൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഡേ ആണ്. അതൊക്കെ ഓർത്തിരിക്കേണ്ട ഒരു ഡേ ആണ്. നിങ്ങൾക്കത് വരും. ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വന്നിട്ടുണ്ട്. അപ്പോൾ അവിടുത്തെ ഡിമാൻഡ് സോണാണ് ഇത്. ഇനി ഇവിടെ നിന്നുള്ള റിജക്ഷൻ അനുസരിച്ച് ഇപ്പോൾ ഇവിടുത്തെ മാർക്കറ്റ് സ്ട്രക്ചർ ഒന്ന് മാപ്പ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്യുകയാണെങ്കിൽ ഞാനിപ്പോൾ എൻട്രി ചെയ്യും. ഈ ഒരു ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ട്രേഡ് ലൈവായിട്ട് എൻട്രി ചെയ്യും. ഡെമോ ആയിരിക്കും ഞാനിപ്പോൾ എൻട്രി ചെയ്യുന്നത്, കാരണം ശനി ഞായറും ഞാൻ ട്രേഡ്സ് എടുക്കാറില്ല. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തായാലും അത് നോക്കാം. അതവിടെ നിൽക്കട്ടെ. ഇവിടെ ഒരു അലർട്ട് ഇട്ട് വയ്ക്കാം. ഓക്കെ, അവിടെ ഒരു അലർട്ട് ഇട്ട് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ എനിവേസ് നമുക്ക് ഞാൻ ബാക്ക് ടു ദ പോയിന്റ്. അപ്പോൾ എൻട്രി എടുക്കുന്ന രീതി ഞാൻ ഇവിടെ തൊട്ടേ പറഞ്ഞു തന്നായിരുന്നു. നമുക്കൊരു ഇനിഷ്യലായിട്ടുള്ള ഇപ്പോൾ ഒരു സോണാണ്, ഒരു ഡിമാൻഡ് സോൺ ആണെങ്കിൽ ഇനിഷ്യലായിട്ടുള്ള റിജക്ഷൻ വേണം. അവിടെ നിന്ന് ഇനിഷ്യലായിട്ടുള്ള റിജക്ഷൻ കഴിഞ്ഞിട്ട് മാർക്കറ്റ് സ്ട്രക്ചർ ചേഞ്ച് ആയതിൻ്റെ ഒരു പ്രൂഫ് വേണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് വേറെ സോൺ വരയ്ക്കും. ഇവിടെ നിന്ന് ഡയറക്റ്റായിട്ട് എൻട്രി എടുക്കാം. അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് വന്നിട്ട് റിജക്റ്റ് ചെയ്തതിന് ശേഷം വേറെ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ വരുമല്ലോ, അതിനുശേഷം ഇവിടുത്തെ ഡിമാൻഡ് സോൺ മാർക്ക് ചെയ്യുന്നു. ഡയറക്റ്റ്ലി ലിമിറ്റ് ഇട്ട് വയ്ക്കുന്നു. ഇവിടെ ലിമിറ്റ് ഇട്ട് വയ്ക്കുന്നു. സ്റ്റോപ്പ് ലോസ് ഇതിൻ്റെ താഴെ വയ്ക്കുന്നു. ഇനീഷ്യൽ സപ്ലൈൻ്റെ ഡിമാൻഡിൻ്റെ. അത് കഴിഞ്ഞിട്ട് ടാർഗറ്റ് 1:3 ഡിഫോൾട്ട് അല്ലെങ്കിൽ തൊട്ടപ്പുറത്തുള്ള സപ്ലൈ സോൺ. അപ്പോൾ തൊട്ടപ്പുറത്തുള്ള സപ്ലൈ സോണിൽ മാക്സിമം 1:3 കിട്ടുന്നുണ്ടെങ്കിൽ അത്രയും. ഇനി അഥവാ അതിൽ കുറച്ചാണ് കിട്ടുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 1:3 ഡിഫോൾട്ടായിട്ട് എവിടെ വേണോ അവിടെ വരെ വയ്ക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ആ ട്രേഡ് അവോയ്ഡ് ചെയ്യുകയും ചെയ്യാം. അപ്പോൾ എനിവേസ് ഇപ്പോൾ നമ്മൾ ലൈവായിട്ട് വെയിറ്റ് ചെയ്യുന്നത് ഇതിന് വേണ്ടിയിട്ടാണ്. BTC USDT ഈ പറയുന്ന ഒരു ലെവൽ ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു ട്രേഡ് എൻട്രി ചെയ്യാൻ പ്ലാൻ ചെയ്യാം. ഓക്കെ, 17 minutes.